ഭാരതത്തെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണ. ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്ത്. അമേരിക്കൻ വ്യവസായിയും പ്രതിപക്ഷവും ചേർന്ന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ട്. ജോർജ് സോറസ് ഫൗണ്ടേഷന്റെ ധനസഹായം കോൺഗ്രസിന് ലഭിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ BJP. जॉर्ज सोरोस और उसके जो लिंक्स सामने में जो आए हैं, चाहे राहुल गांधी जी का नाम हो, चाहे सोनिया गांधी जी का नाम हो, जॉर्ज सोरोस फाउंडेशन से जुड़े हुए और उसके साथ में कई और ऐसे ताकतें हैं जो भारत के खिलाफ काम करते रहते हैं. भारत के चाहे वो मेंबर ऑफ पार्लियामेंट हो, चाहे वो एक आम नागरिक हो, देश के लिए सबको काम करना है और देश के खिलाफ ताकतों के मुकाबले सबको लड़ना है. इसमें तो कोई पाठ पढ़ाने का जरूरत नहीं होना चाहिए. मेरा सिर्फ इतना ही सीमित अपील है कि हम एकजुट रहें और भारत विरोधी ताकतों के साथ एकजुट होकर के हम लड़ें. कांग्रेस और उनके इंडी गठबंधन में क्या चलते हैं, हम उसमें कोई हस्तक्षेप करने का कोई इरादा नहीं रखते हैं. लेकिन हमको भी सुनाई दिया कि इंडी गठबंधन में राहुल गांधी को नेतृत्व लेकर के सबने सवाल उठाया है और कहा है कि राहुल गांधी से इंडी गठबंधन नहीं संभाला जाता है, उसके पास नेतृत्व का कोई क्वालिटी नहीं है. जॉर्ज सोरोस एंड हिज फाउंडेशन, इट इज नॉट ओनली जॉर्ज सोरोस एंड मेनी अदर एलिमेंट्स हु आर वर्किंग अगेंस्ट इंडिया. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് BJP ഉന്നയിക്കാൻ ഒരുങ്ങുന്നത് പാർലമെന്റിലടക്കം. രോഹിണി, ജോർജ് സോറസ്, അമേരിക്കൻ വ്യവസായ ഭീമൻ ജോർജ് സോറസുമായി കോൺഗ്രസിനുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ വശം എന്നുള്ളത് ഈ ജോർജ് സോറസ് എന്ന അമേരിക്കൻ വ്യവസായി എപ്പോഴും ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഭാരതത്തിനെതിരെ വിവിധ തരത്തിൽ, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലയിലും നയപരമായും എല്ലാം തന്നെ ഭാരതത്തെ തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയ്ക്കൊപ്പം നിൽക്കുകയും അത്തരം ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അമേരിക്കൻ വ്യവസായിയാണ് ജോർജ് സോറസ്. ആ ജോർജ് സോറസ് ഫൗണ്ടേഷനുമായും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയയ്ക്ക് ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോണിയ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സോണിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ ധനസഹായം നൽകുന്നത്, ആ ഫൗണ്ടേഷന് സാമ്പത്തിക സമാഹരണം നടത്തുന്നതിനും അതുവഴി ആ ഫൗണ്ടേഷനിലുള്ള ആളുകൾക്ക് സാമ്പത്തികം എത്തിക്കുന്നതും ജോർജ് സോറസ് ആണ്, അല്ലെങ്കിൽ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ജോർജ് സോറസുമായുള്ള ബന്ധം ഇത്രയധികം ഗൗരവമേറിയതാകുന്നു എന്നത് ഭാരതത്തെ തകർക്കുന്നതിന് അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ നിരന്തരമായി ഗൂഢാലോചന നടത്തുന്ന അമേരിക്കൻ വ്യവസായിയാണ് ജോർജ് സോറസ്. ആ ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി നേരിട്ട് ബന്ധം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കുണ്ട് എന്നുള്ളതാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപേ രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജോർജ് സോറസ് അമേരിക്കൻ വ്യവസായിയും രാജ്യത്തിനകത്തെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്നതിനും നിലവിലെ ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചനയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ശ്രമമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് വിവിധ സമയങ്ങളിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ കണ്ണടച്ച് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ വസ്തുതകൾക്കപ്പുറത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ, പ്രവർത്തനങ്ങൾ, ഒപ്പം രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിദേശ വേദികളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തെയും ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും നിരന്തരം അപമാനിക്കുന്നത് നമ്മൾ കണ്ടു. വിവിധ പ്രശ്നങ്ങളിൽ രാജ്യത്തിനൊപ്പം നിൽക്കാതെ രാജ്യത്തെ തകർക്കുന്നവർക്കൊപ്പം നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളൊന്നും യാദൃശ്ചികമോ അല്ലെങ്കിൽ അവരുടെ മാത്രം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചമായിട്ടല്ല, ബാഹ്യ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത് മുൻപ് കോൺഗ്രസ് വിട്ടുപോയ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും
കോൺഗ്രസിന്റെ നിലപാടുകൾക്ക്, കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാടുകൾക്കപ്പുറത്തേക്ക് ബാഹ്യ ഇടപെടലുകൾ ആ തീരുമാനങ്ങൾക്ക് പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് വിട്ടുപോയ പല മുതിർന്ന നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. അത്തരം തീരുമാനങ്ങൾക്ക് പിറകിൽ ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭീമൻ വ്യവസായികളാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. BJP ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളോട് പാർലമെന്റിൽ ഇക്കാര്യം ഈ വിഷയത്തിൽ ആരോപണങ്ങളിൽ മറുപടി പറയണം എന്നാണ് BJP ആവശ്യപ്പെട്ടത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.